തീരുന്നവരെ തുരുമ്പായിരുന്നോ? ഞാൻ പോലീസിന്റെ ടാങ്കിൽ തീരുന്നത് വരെ തുരുമ്പായിരുന്നോ? അല്ല, അങ്ങനെയാണെങ്കിൽ മാറ്റണം. ഇനി പൈസയിൽ നമുക്ക് പൈസ കടിക്കാം. പോലീസിന്റെ ടാങ്കിൽ തീരുന്നവരെ തുരുമ്പായിരുന്നോ? തീരുന്നവരെ അതുപോലത്തെ വെള്ളമാണല്ലോ. ഇത് ബോധപൂർവം അണുബാധയേറ്റ വെള്ളം കൊണ്ടുവരികയായിരുന്നു. അപ്പൊ ഏത് ഉദ്യോഗസ്ഥന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ ചീത്തയായ വെള്ളം, അണുബാധയേറ്റ വെള്ളം കൗൺസിലർമാർക്കെതിരെ പ്രയോഗിച്ചതെന്ന് മറുപടി പറയാൻ വേണ്ടി പോലീസ് തയ്യാറാകണം. ഇന്ന് ഞാൻ ഒരുപാട് പത്രസമ്മേളനം നടത്തിയിട്ടുണ്ട്. ഈ പോലീസുകാർ കടിച്ചതിനെതിരെ പത്രസമ്മേളനം നടത്തുന്ന ആദ്യമായിട്ടാണ്. ഞാൻ ചോദിക്കട്ടെ, ഇത് എവിടത്തെ പഠിപ്പിച്ച ഏത് ക്യാമ്പിലാണ് കടിക്കാൻ ട്രെയിനിങ് കൊടുക്കുന്നത്? നിങ്ങൾ DGPയോട് ചോദിച്ചു നോക്കണം. സമരം ചെയ്യുന്നവരെ കടിച്ചു തോൽപ്പിക്കണം എന്ന് പോലീസുകാർക്ക് ട്രെയിനിങ് കൊടുക്കുന്നത് ഏത് ക്യാമ്പിലാണ്? അങ്ങനെയാണെങ്കിൽ അറിയണമല്ലോ. അങ്ങനെ ട്രെയിനിങ് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അതിന് അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല. പ്രതിഷേധാർഹവും എന്നാൽ അങ്ങേയറ്റം തന്നെ വേദനാജനകവുമായിട്ടുള്ള ഒരു കാര്യമാണ് ഇന്നലെ വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിൽ സംഭവിച്ചത്. നമുക്കറിയാം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയം മുതൽ തന്നെ, തെരഞ്ഞെടുപ്പ് പ്രചരണ സമയം മുതൽ തന്നെ, തെരഞ്ഞെടുപ്പ് സമയത്ത് ട്രാൻസ്ഫറായി വന്ന വട്ടിയൂർക്കാവ് സർക്കിൾ ഇൻസ്പെക്ടർ വിപിൻ, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ വട്ടിയൂർക്കാവ് പ്രദേശത്ത് മുഴുവനും ഏകപക്ഷീയമായി BJP പ്രവർത്തകരെയും BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തെയും തടസ്സപ്പെടുത്തുവാനുള്ള നീക്കങ്ങൾ ഉണ്ടാവുകയായിരുന്നു. ഞാൻ വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിൽ പ്രചരണവുമായി ബന്ധപ്പെട്ട് ഒരു സ്ഥലത്ത് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അറിയുന്നത്, 9:50 ആയപ്പോഴേക്കും BJPയുടെ പ്രചരണ വാഹനങ്ങളെല്ലാം ഇദ്ദേഹം നിന്ന സ്ഥലത്ത് ഇദ്ദേഹം ഓഫ് ചെയ്തു. 9:50, 10 മണിക്ക് മാത്രമേ വാഹനങ്ങൾ, 10 മണിക്ക് അപ്പുറം വാഹനങ്ങൾ ഓടുകയാണെങ്കിലാണ് നിയമപരമായിട്ട് അത് അവസാനിപ്പിക്കേണ്ടത്. 9:50 ആയപ്പോഴേക്കും ഇദ്ദേഹം BJPയുടെ പ്രചരണ വാഹനങ്ങളൊക്കെ തന്നെ അദ്ദേഹം നിന്ന പ്രദേശത്ത്, എന്നാൽ അതുവഴി മറ്റു വാഹനങ്ങൾ ഓടുന്നുണ്ട്. ഇവരെ മറിഞ്ഞ് ഞങ്ങളൊക്കെ അവിടെ എത്തിയപ്പോഴേക്കും 10 മണി കഴിഞ്ഞു പോയി. അതുകൊണ്ട് പിന്നെ അതിൽ ഞങ്ങൾക്ക് ഇടപെടേണ്ട ഒരാവശ്യം വന്നില്ല, സാഹചര്യം ഉണ്ടായി. പക്ഷേ ഇങ്ങനെ നിരന്തരം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു സ്വഭാവമാണ് ഇത്. അപ്പോ അതിനുശേഷം തെരഞ്ഞെടുപ്പിന്റെ അന്ന് വാഴോട്ടുവണം പ്രദേശത്ത് ഈ CI വിപിന്റെ നേതൃത്വത്തിൽ അവിടുത്തെ തെരഞ്ഞെടുക്കപ്പെട്ട കൗൺസിലർ ഉൾപ്പെടെ വോട്ടർമാരുടെ മുമ്പിൽ വെച്ച് അപമാനിക്കുകയും അവിടുത്തെ ജനങ്ങളെ പ്രകോപിപ്പിക്കുവാൻ, BJP പ്രവർത്തകരെ പ്രകോപിപ്പിക്കുവാനുള്ള ഒരു സാഹചര്യം വാഴോട്ടുവണം പ്രദേശത്തുണ്ടായി. കൗൺസിലറെ ആക്ഷേപിച്ചു എന്നറിഞ്ഞുകൊണ്ട് മേയർ എന്നുള്ള നിലയ്ക്ക് ഞാൻ ആ സ്പോട്ടിലെത്തുകയും അന്ന് കന്റോൺമെന്റ് അസിസ്റ്റന്റ് കമ്മീഷണറുമായിട്ട് വളരെ ശക്തമായ രീതിയിൽ ഇദ്ദേഹത്തിന്റെ സ്ഥാനത്തെ ഇവിടെ ഒഴിവാക്കിയില്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രദേശ സംഘർഷത്തിലേക്ക് പോകും, ബോധപൂർവം വിപിൻ സംഘർഷം ഉണ്ടാക്കുകയാണെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് വിപിനെ അവിടെ നിന്ന് മാറ്റിയത്. കന്റോൺമെന്റ് എസിക്ക് ഉൾപ്പെടെ വിപിന്റെ ഇടപെടലുകൾ ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പ് ദിവസം രാവിലെ ഒരു 11:30 മണി മുതൽ വിപിൻ അവിടെ ഇല്ലായിരുന്നു. അത് മേയർ എന്നുള്ള നിലയ്ക്ക് ഒരു കൗൺസിലറെ, ഒരു സർക്കിൾ ഇൻസ്പെക്ടർ അധിക്ഷേപിച്ച് ജനങ്ങളുടെ മുമ്പിൽ വെച്ച് അധിക്ഷേപിച്ച് അറിഞ്ഞിട്ട് ഞാൻ അവിടെ പോയി കാര്യങ്ങൾ ബോധ്യപ്പെട്ട് AC പറഞ്ഞതുകൊണ്ടാണ് AC മാറ്റിയത്. അതിൽ സത്യമില്ലെങ്കിൽ AC അങ്ങനെ നിലപാടെടുക്കില്ലല്ലോ. ഞാനവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ മുതിർന്ന നേതാവ് കൗൺസിലറായിട്ടുള്ള ഗിരികുമാർ അവിടെ എത്തിയിരുന്നു. അതിനുശേഷമാണ് ഞാൻ അവിടെ എത്തിയത്. അപ്പോൾ തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തിരുന്നു. അപ്പോ ഞങ്ങളൊക്കെ കരുതിയത് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴേക്കും ഈ വന്നവരൊക്കെ തന്നെ പോയി കഴിഞ്ഞാൽ തിരുവനന്തപുരവും പ്രത്യേകിച്ചും വട്ടിയൂർക്കാവൊക്കെ ശാന്തമായിട്ട് പൊതുപ്രവർത്തനം നടന്നു പോകുന്ന സ്ഥലമാണ്. അതുകൊണ്ട് ഞങ്ങൾ അന്ന് ഓഫീസർമാരോട് പറഞ്ഞതിലപ്പുറം പിന്നെ മറ്റുള്ള കാര്യങ്ങളിലേക്ക് കടന്നില്ല. എന്നാൽ അതിനുശേഷം 2-3 ദിവസം മുമ്പ് മലമുകൾ നെട്ടയം പ്രദേശത്ത് അവിടെ ബിനു അവിടുത്തെ പള്ളിയുടെ സെക്രട്ടറിയാണ്. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ വീട്ടിനടുത്ത് പോയിട്ട് ഒരു ഇടതുപക്ഷ പ്രവർത്തകൻ, CPM പ്രവർത്തകൻ അവരോട് മോശമായിട്ട് സംസാരിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായ ഒരു തർക്കമാണ്. ആ തർക്കത്തിൽ CPM ഒരു ഭാഗം പിടിക്കുകയായിരുന്നു. ഒരു ഭാഗം പിടിച്ചുകൊണ്ട് മലമുകൾ പ്രദേശത്ത് അവർക്ക് കുറച്ച് ശക്തിയുണ്ട്, BJPക്ക് നേരത്തെയൊക്കെ കുറച്ച് ശക്തി കുറവായിരുന്നു. എന്നാൽ ശ്രീ രാജീവ് ചന്ദ്രശേഖർ പാർലമെന്റിൽ മത്സരിച്ച് തെരഞ്ഞെടുപ്പ് മുതൽ ആ കാറ്റാണി വന്ന് ഞങ്ങൾ ലീഡ് ചെയ്യുകയാണ്. ഞാനൊക്കെ മുമ്പ് 2013-ലൊക്കെ വട്ടിയൂർക്കാവിൽ മത്സരിക്കുമ്പോൾ മലമുകൾ പ്രദേശത്ത് ഞങ്ങൾക്ക് ഒരു പോസ്റ്റ് ഒട്ടിക്കാൻ പോലും ആരുമില്ല, ഒരു ബോർഡ് വയ്ക്കാൻ പോലും ആരുമില്ല. പച്ചതിനകത്ത് എടുത്ത് മാറ്റുമായിരുന്നു. പക്ഷെ ഇപ്പോ സാഹചര്യം മാറി. ബിനു ഉൾപ്പെടുന്ന ആ പള്ളിയുടെ സെക്രട്ടറി കൂടിയായിട്ടുള്ള ബിനു ഉൾപ്പെടുന്നവർ BJPയിലേക്ക് വരുന്നു. ശ്രീ രാജീവ് ചന്ദ്രശേഖർ 2019 ആ പ്രദേശത്ത് നല്ല ലീഡ് കിട്ടുന്നു.
അപ്പോൾ അങ്ങനെ വളരെ വ്യത്യാസമായിട്ടുള്ള സ്ഥലമാണ്. അവിടെ CPM പ്രവർത്തകർ തടിച്ചുകൂടുകയും സ്വാഭാവികമായിട്ടും ബിനുവിന്റെ ഭാര്യയെ അധിക്ഷേപിച്ച് അറിഞ്ഞുകൊണ്ട് അവിടെ BJP പ്രവർത്തകർ വന്നു. CPM പ്രവർത്തകർ നേരെ അവിടെ ചർച്ചിനകത്തേക്ക് കയറി. നിങ്ങളൊക്കെ പല മാധ്യമങ്ങളും, എല്ലാ മാധ്യമങ്ങളും വളരെ വലുതായിട്ട് റിപ്പോർട്ട് ചെയ്തതാണ്. ചർച്ചിനകത്തേക്ക് കയറിയിട്ട് അവിടെ നിന്നുകൊണ്ട് കല്ലെറിഞ്ഞു. ഇപ്പൊ എന്റെ ഫോണിൽ FIR ഉണ്ട്, അന്നെടുത്ത FIR. ആ FIR അവസാനം പറഞ്ഞിരിക്കുന്നത് CPM പ്രവർത്തകരുടെ കല്ലേറിൽ പോലീസിന് പരിക്കേറ്റുമെന്നാണ് FIR പറഞ്ഞിട്ടുണ്ടത്. അപ്പോൾ പോലീസ് തന്നെ കൃത്യമായിട്ട് ആദ്യമുള്ള FIR രജിസ്റ്റർ ചെയ്യുന്നത്, അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഇവരൊക്കെ തന്നെ അവിടെ കാര്യം അറിയാൻ ചെന്ന BJP പ്രവർത്തകരെ, ബിനു ഉൾപ്പെടെയുള്ള പ്രവർത്തകരെ മർദ്ദിക്കും. അവിടെ സുജിത്ത് പട്ടികജാതി വിഭാഗത്തിൽ നിന്നും ഉയർന്നു വരുന്ന രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ പ്രവർത്തകനാണ്. സുജിത്തിനെ CIക്ക് നേരത്തെ അറിയാം. സുജിത്തിനെ അധിക്ഷേപിച്ചുകൊണ്ട്, അദ്ദേഹത്തിന്റെ സമുദായത്തെ ഉൾപ്പെടെ അധിക്ഷേപിച്ചുകൊണ്ട് സുജിത്തിന്റെ തലയ്ക്കാണ് അടിച്ചത്. ഇപ്പൊ നമ്മളൊക്കെ ഒരുപാട് സമരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. നിങ്ങളൊക്കെ ക്യാമറമാൻമാരും റിപ്പോർട്ടർമാരും അറിയാമല്ലോ. ഒരു നിയമം അനുസരിക്കുന്ന ഒരു പോലീസ് ഓഫീസർ ആണെങ്കിൽ ചെയ്യുന്നത് അവരെ ആ മോബിനെ ഡിസ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവര് ആദ്യം പറയും, അതിനുശേഷം റീസണബിൾ ഫോഴ്സ് ഉപയോഗിക്കാമെന്നാണ് നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട്. കാലിലോ ജലപീരങ്കി പ്രയോഗിക്കും. അതിൽ പിരിഞ്ഞു പോയില്ല എന്നുണ്ടെങ്കിൽ അവർ മിനിമം ഫോഴ്സ് പ്രയോഗിക്കും. അത് ഒരാളുടെ തലക്കടിച്ചല്ല ഓടിക്കേണ്ടത്, കാലിലടിക്കും. അല്ലെന്നുണ്ടെങ്കിൽ ഒരു ചാർജ് എന്ന് പറയും. ഈ സമയത്ത് ഇതാണല്ലോ വട്ടിയൂർക്ക തെറ്റേ ഭാഗത്ത് അതിലപ്പുറം സംവിധാനമൊന്നുമില്ല. അപ്പൊ നേരിട്ട് തലക്കടിച്ചിട്ട് 12 സ്റ്റിച്ചാണ്. അങ്ങനെ സുജിത്ത് ഉൾപ്പെടെ നിരവധി പ്രവർത്തകരെ ക്രൂരമായി മർദ്ദിക്കുകയുണ്ടായി. അതിനുശേഷം പിറ്റേ ദിവസം ഒരു ക്ഷേത്രത്തിന്റെ അടുത്തൊരു കമ്മിറ്റി ആയിട്ട് ബന്ധപ്പെട്ടിരുന്നു. അപ്പൊ അതിനകത്ത് ഇടപ്പഴഞ്ഞി സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം ഏറ്റവും പ്രശസ്തമായ ക്ഷേത്രമാണ്. അവിടെയുള്ള ആയിരക്കണക്കിന് ആൾക്കാർ വന്നു ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിന്റെ ഓഫീസുകാരൻ ചവിട്ട് തുറന്നിട്ടാണ് കയറുന്നത്. ചവിട്ട് തുറന്ന് കയറി ഇവരെയൊക്കെ അറസ്റ്റ് ചെയ്തു. ഈ ബിനു പരാതിക്കാരനാണ്. ബിനുവിനെ വിളിച്ചിട്ട് ഒരു പോലീസ് ഓഫീസർ വയർലെസ് വെച്ച്, ദീപുപിള്ള, അയാൾ കണ്ടോൺമെന്റ് SI ആണ്. അയാൾ വയർലെസ് വെച്ചിട്ട് ബിനുവിന്റെ, നിങ്ങൾ ആ ബിനുവിന്റെ മുഖം ഒന്ന് കാണണം, വയർലെസ് വെച്ചിട്ട് മുഖം ഇടിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പള്ളിയുടെ സെക്രട്ടറി എന്ന് പറഞ്ഞ ബിനുവിന്റെ മുഖം വയർലെസ് സെറ്റ് വെച്ചിട്ട് ഇടിച്ചിട്ട് ഇവിടെ ഞാൻ അന്ന് നന്ദാവിന്റെ ക്യാമ്പിൽ വന്നിട്ട് ആ ബിനുവിന്റെ മുഖം കണ്ടിട്ടാണ് ആകെ ഞെട്ടിപ്പോയത്. ഇടിച്ച് ഇവിടെ മുഴച്ചിരിക്കുക. അയാള് ഇന്നലെ ഇന്നൊക്കെ കണ്ണാശുപത്രിയിലെ ചികിത്സ കിടക്കണം. അദ്ദേഹത്തിന്റെ വൈഫിനെയാണ് അധിക്ഷേപിച്ചത്. ഈ ദീപുപിള്ള വയർലെസ് സെറ്റ് വെച്ചിട്ട് ഇടിക്കുകയാണ്. നിരവധി പേരെ മർദ്ദിച്ചു. അതിനുശേഷം ഈ വനിതയെ ആക്ഷേപിച്ചതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇന്നലെ വൈകുന്നേരം നമ്മുടെ വനിതാ കൗൺസിലർമാരൊക്കെ അവരുടെ നേതൃത്വത്തിൽ വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു പ്രതിഷേധ പ്രകടനം നടത്തിയത്. ഇപ്പോ കോർപ്പറേഷൻ BJP ഭരിക്കുന്നു എന്ന് കരുതിയിട്ട് ഞങ്ങൾക്ക് പ്രതിഷേധിക്കാതിരിക്കാനൊന്നും പറ്റില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടന്നു കഴിഞ്ഞാൽ CPMന്റെ ചില നേതാക്കന്മാരുടെ സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഇന്ന് കണ്ടു. അപ്പോ ഞങ്ങളൊക്കെ തന്നെ പ്രതിഷേധിച്ച് സമരം ചെയ്തൊക്കെ തന്നെയാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. അത് വിട്ടിട്ടുള്ള കളിയില്ല. അപ്പോ ഈ വനിതാ കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ ഇന്നലെ പ്രകടനം നടത്തി. നിങ്ങളൊക്കെ അവിടെ മാധ്യമങ്ങൾ ആരൊക്കെ ഉണ്ടായിരുന്നു എനിക്കറിയില്ല. എന്താ അവിടെ ചെയ്തത്? വനിതാ പ്രവർത്തകരുടെ പ്രകടനമാണെന്ന് നേരത്തെ തന്നെ പോലീസിനെ അറിയിച്ചു. 5 വനിതാ പോലീസാണ് അവിടെ ഉണ്ടായിരുന്നത്. 5 വനിതാ പോലീസ് ഉണ്ടായിരുന്നിട്ട് അവരെ മുൻപിൽ നിർത്തി പുറകിൽ മുഴുവൻ പുരുഷ പോലീസുകാരാണ്. അത് നൗഫൽ എന്ന പോലീസുകാരൻ, ശക്തമായിട്ടുള്ള നടപടി നൗഫലിനെതിരെ എടുക്കണം. നൗഫൽ എന്ന പോലീസുകാരൻ വളരെ സ്ത്രീകളെ ഏതൊക്കെ തരത്തിൽ അധിക്ഷേപിക്കാമോ ആ തരത്തിലൊക്കെ അധിക്ഷേപിച്ചിട്ടുണ്ട്. കൗൺസിലർമാർ പരാതി കൊടുക്കുന്നതിന് ശക്തമായ നിയമ നടപടികൾ നൗഫലിനെതിരെ എടുക്കണം. അതോടൊപ്പം തന്നെ ഒരു പോലീസ് രാജേഷ്. അപ്പൊ ഇവരൊക്കെ നിന്നിട്ട് വനിതാ പ്രവർത്തകരെ ശക്തമായിട്ട് കൗൺസിലർമാർ ഉൾപ്പെടെ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുകയായിരുന്നു. സ്വാഭാവികമായിട്ടും ശക്തമായിട്ടുള്ള പ്രതിഷേധം ഞങ്ങൾക്കുണ്ട്. വനിതാ കൗൺസിലർമാരെയും വനിതാ പ്രവർത്തകരെയും ആക്രമിച്ച പോലീസുകാർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കണം. അതോടൊപ്പം തന്നെ മനുഷ്യാവകാശ ലംഘനം നടത്തിയിട്ടുണ്ട്. നിങ്ങളുടെ ചാനലുകൾ പുറത്തുവിട്ട വിഷ്വൽസിൽ ഞാൻ ഏറ്റവും ഭയത്തോടെ കണ്ട ഒരു കാര്യം, ജലപീരങ്കി ഉപയോഗിച്ചല്ലോ അതിൽ നിന്ന് വന്ന വെള്ളം എന്താകും നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. നിങ്ങൾ പുറത്തുവിട്ട വിഷ്വൽസാണ്. ജലപീരങ്കി പ്രയോഗിക്കുന്നതിന് പോലെ ഈ നാട്ടിൽ ചില നിയമങ്ങളുണ്ട്, അതറിയണം. അത് എവിടെ നിന്ന് ഫില്ല് ചെയ്ത വെള്ളമാണ്, ആ വെള്ളം ഫില്ല് ചെയ്ത് ഏത് കുളത്തിൽ നിന്നാണ്, എവിടെ നിന്നാണ്, ഏത് സമയത്താണ്, ആരുടെ നിർദ്ദേശപ്രകാരമാണ് അണുബാധയേറ്റ വെള്ളം വനിതാ പ്രവർത്തകർക്ക് നേരെ ചീറ്റിയത്. ഇപ്പൊ അവര് ഇന്നലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു, ഇപ്പൊ മെഡിക്കൽ കോളേജിൽ പോവുകയാണ്. 2 മണിക്ക് അവർ മെഡിക്കൽ കോളേജിലേക്ക് അവരെ ഷിഫ്റ്റ് ചെയ്തതാണ്. കാരണം പലർക്കും ഇന്നലെ രാത്രി ഒരാളിനെ കാതിന്റെ ഡയഫ്രം തന്നെ കംപ്ലൈന്റ് വന്നിട്ടുണ്ട്. രാത്രി മുഴുവൻ ഞങ്ങളൊക്കെ രാത്രി 12 മണിക്ക് 1 മണിക്ക് പോകുമ്പോഴേക്കും വേദന കൊണ്ട് പൊളയുകയാണ് ആ ജ്വല ഹോസ്പിറ്റലിൽ.
അതൊന്നും നടക്കില്ല. എന്നിട്ട് ഏറ്റവും മോശപ്പെട്ട വെള്ളം എടുത്തിട്ട് ഒരു വെള്ളം ചീത്തയാണ്. നിങ്ങൾ നോക്കൂ, നിങ്ങൾ ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് നോക്കൂ, ചെളി വെള്ളമാണ് വീഴുന്നത്. അത് അണുബാധ ഉണ്ടാകാൻ സാധ്യതയുള്ള, ഇപ്പൊ വേനലാണ്, വെള്ളം കുറവാണ്. അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്താണ് ഇവര് ജലപീരങ്കി പ്രയോഗിക്കണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് മാനദണ്ഡം, ശുദ്ധമായ ജലം ശേഖരിക്കണം. ഇവരൊക്കെ ജനപ്രതിനിധികളില്ലേ, മനുഷ്യരല്ലേ, സ്ത്രീകളില്ലേ? അപ്പൊ ഏത് ഉദ്യോഗസ്ഥന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ ചീത്തയായ വെള്ളം, അണുബാധയേറ്റ വെള്ളം കൗൺസിലർമാർക്കെതിരെ പ്രയോഗിച്ചതെന്ന് മറുപടി പറയാൻ വേണ്ടി പോലീസ് തയ്യാറാകണം. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാർ മറുപടി പറയണം. ഈ ഭ്രാന്തമായ ആവേശത്തോടെ ജനങ്ങളെ ആക്രമിക്കുന്ന 2-3 SI-മാരെയും CI-മാരെയും ഇറക്കി നാട്ടിലോട്ട് വിട്ടിട്ട് ഈ നാട്ടിലെ ക്രമസമാധാനം താർക്കാനാണെന്ന് വിചാരിക്കുന്നത് അങ്ങനെ വിട്ടുകൊടുക്കാനും സാധിക്കില്ല. അപ്പോൾ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഞങ്ങൾക്കുണ്ട്. ഇതിൽ സുജിത്തിനെ മർദ്ദിച്ച വിപിനെതിരെ പട്ടികജാതി നിയമപ്രകാരം കേസെടുക്കണം. ദേശീയ പട്ടികജാതി കമ്മീഷൻ അവർക്ക് അയച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അണുബാധയേറ്റ വെള്ളം വനിതകൾക്ക് നേരെ, വനിതാ കൗൺസിലർമാർക്ക് നേരെ വെള്ളം പ്രയോഗിച്ചതിൽ, ജലപീരങ്കി പ്രയോഗിച്ചതിൽ ഞങ്ങൾക്ക് പ്രതിഷേധമുണ്ട്.